കോട്ടയം മുണ്ടക്കയത്ത് പോലീസ് സ്റ്റേഷന് മുകളിലേക്ക് മരം കടപുഴകി വീണു. അപകടത്തിൽ കെട്ടിടത്തിന് ഭാഗികമായ നാശം സംഭവിച്ചു. ഷിനോജുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷിനോജ്, എപ്പോഴായിരുന്നു ഈ സംഭവം? ശക്തമായ കാറ്റുണ്ടായിരുന്നോ പ്രദേശത്തേക്ക്? പ്രതീക്ഷ, ഇന്ന് രാവിലെ മുതൽ തന്നെ കോട്ടയത്തിന്റെ മലയോര മേഖലകളിൽ ശക്തമായ മഴയും അതുപോലെ തന്നെ അതിശക്തമായ രീതിയിലുള്ള കാറ്റും വീശുന്നുണ്ടായിരുന്നു. മലയോര മേഖലകളിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ വീഴുന്ന സ്ഥിതിയുമുണ്ടായി. ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് മുണ്ടക്കയത്തെ പോലീസ് സ്റ്റേഷന് മുകളിലേക്ക് മരം കടപുഴകി വീണത്. അപകടത്തിൽ കെട്ടിടത്തിന് ഭാഗികമായി നാശനഷ്ടമുണ്ടായി. ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഈ സംഭവം. ഈ സ്റ്റേഷന്റെ മുറ്റത്ത് ഒരു വശത്ത് നിന്ന മരുത് മരമാണ് ഈ കാറ്റത്തും മഴയിലും കടപുഴകി വീണത്. സംഭവ സമയത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് തന്നെ ഈ സ്റ്റേഷനുള്ളിൽ ഇല്ലായിരുന്നു. വലിയ അപകടം ഒഴിവായി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. സ്റ്റേഷന്റെ മുറ്റത്ത് വാഹനമടക്കം ഉണ്ടായിരുന്നെങ്കിലും കാര്യമായ രീതിയിലുള്ള തകരാറ് ഈ വാഹനങ്ങൾക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പീരിമേട്ടിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് ഈ മരം മുറിച്ച് നീക്കിയത്. പ്രതീക്ഷ, ജില്ലയിലെ മഴയുടെ മുന്നറിയിപ്പൊക്കെ എങ്ങനെയാണ് ഷിനോജ്? പ്രതീക്ഷ, ഇന്ന് പുലർച്ചെ മുതൽ അതിശക്തമായ മഴയാണ് കോട്ടയം ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ മലയോര മേഖലകളിലാണ് കാര്യമായ രീതിയിൽ മഴ പെയ്യുന്നത്. കാര്യമായ രീതിയിൽ എന്ന് പറയുന്നത് അതിശക്തമായ കാറ്റും ഈ മലയോര മേഖലകളുണ്ട്. പ്രത്യേകിച്ച് 11 മണി മുതൽ അതിശക്തമായ രീതിയിലുള്ള മഴയും കാറ്റുമാണ് കോട്ടയത്തിന്റെ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട, ആല ഉൾപ്പെടെയുള്ള മേഖലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. കോട്ടയം താലൂക്കിലും അതിശക്തമായ രീതിയിലുള്ള മഴ ഇന്ന് രാവിലെ മുതൽ പെയ്യുന്നുണ്ട്. ഇന്നലെ പുലർച്ചെയും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള മഴ കോട്ടയത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കാര്യമായ രീതിയിലുള്ള മഴക്കെടുപ്പൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മരങ്ങൾ വീണുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എവിടെയും വെള്ളപ്പൊക്കമോ വെള്ളക്കെട്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം മുണ്ടക്കയത്താണ് പോലീസ് സ്റ്റേഷന് മുകളിലേക്ക് മരം കടപുഴകി വീണത്. അപകടത്തിൽ കെട്ടിടത്തിന് ഭാഗിക നാശനഷ്ടം സംഭവിച്ചു.